ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ എന്താ ഇന്നലെ ചക്കപ്പുഴുക്ക് വെച്ചു. ഇന്നിതാ ചക്ക വറുക്കാൻ പോവാണ്. ചക്ക വറുക്കാൻ പോകുന്നിട്ടാ. അപ്പോൾ നമ്മുടെ അപ്പുവാണ് ചക്ക അരിയാണ്. ഞാനിങ്ങനെ ഈ ചവണയൊക്കെ പൊടിച്ചു കൊടുക്കട്ടെ. അതെ. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ അപ്പോൾ മുറിക്കാനാണ് കേട്ടാ അരിയാനൊക്കെ. അങ്ങനെയൊന്നുമില്ല, അമ്മയ്ക്ക് ഒഴിവില്ല കാരണം ഞാൻ ചെയ്യുന്നു. ഇല്ല, അപ്പോ അത്യാവശ്യം നന്നായിട്ട് അരിയൊക്കെ ചെയ്യട്ടെ. ഉള്ളതിൽ നന്നായിട്ട് അരിയണ ആളപ്പോ. അപ്പൊ അപ്പൂനെ കൊണ്ടാണ് ഞാൻ ഇന്ന് അരിയിപ്പിക്കുന്നേട്ടാ. അങ്ങനെ നമ്മുടെ ചക്ക മുറിച്ചതേ വറക്കാൻ വേണ്ടി ഓയിലാണ്. വെളിച്ചെണ്ണയിൽ വറുത്താലേ പെട്ടെന്ന് തണുത്ത് പോവാ. അതുകൊണ്ടാണ് നമ്മൾ ഓയിൽ വറുക്കുന്നത്. അപ്പൊ തന്നെ കഴിക്കാനേ കുഴപ്പമില്ല, അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നമ്മളിങ്ങനെ നന്നായി തണുത്ത് പോവാ. നമ്മൾ ഓയില വറക്കണം കേട്ടോ. എന്തായല്ലേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട വൈകി നമ്മളൊന്ന് ഇളക്കാൻ പാടില്ല കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പൊ സമയം 9:30 ആയിട്ടാ. ഒരു 11 മണിക്ക് ഒന്നും കഴിയുമ്പോ ഞാൻ കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു. വിഷുവിന്റെ തിരക്കൊക്കെ ആയി. പണ്ടൊക്കെ നമുക്ക് ചക്കയൊക്കെയാണ് ഉണ്ടാവുക, കൂടുതൽ പലഹാരമായിട്ട് ഉണ്ടാവുക. ചക്ക വറുത്തത്, കായ വറുത്തതൊക്കെയാണ് കേട്ടാ. ഇപ്പോഴത്തെ പോലെ ബേക്കറി ഒന്നും അന്ന് കിട്ടില്ലല്ലോ. അപ്പൊ വിഷു ഓണമൊക്കെ വരും, നമ്മൾ കാത്തിരിക്കും. അപ്പൊ അന്നത്തെ ഒരു ഓർമ്മ ചക്കയൊക്കെ വറുക്കുമ്പോ. നമുക്കിത് ഫുള്ള് വറുത്ത് കഴിഞ്ഞിട്ട് കാണിക്കാട്ടാ. നമ്മുടെ ചക്കക്ക് അടിപൊളി പൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടാ. നമുക്ക് ഉപ്പ് തെളിച്ചു കൊടുക്കാം. ഉപ്പ് തെളിക്കുമ്പോൾ തിരിഞ്ഞ് നിൽക്കാണ് നല്ലതായിട്ടാ. വയ്ക്കണം കേട്ടോ. അങ്ങനെ അതിൻ്റെ വെള്ളം ലാംശമൊക്കെ പോയിട്ടുണ്ടല്ലോ. ഇങ്ങനെ തണുക്കുന്നു. ഇതായിട്ട് കോരിനെ കാണിക്കാം കേട്ടാ. അയ്യമ്മേ കോരാറായോ? കളയൊക്കെ പോയി. ഗ്യാസൊന്നും കിട്ടാനില്ല കേട്ടോ. അപ്പൊ നമ്മള് പരമാവധി വിറകടുപ്പിലാണ് വെക്കണത്. അപ്പൊ ഈ ചൂട് കാരണം നമുക്ക് കൂടുതലും വിറകടുപ്പിൽ വയ്ക്കുമ്പോൾ വയ്യാണ്ടാവും കേട്ടോ. ഇതൊക്കെ വറുത്ത് ഇതായി സെറ്റായി വരുമ്പോ നമ്മൾ ഗ്യാസ് പിന്നെ വെച്ചു. ഗ്യാസിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് നമുക്ക് കഴിഞ്ഞാലും ഓർഡർ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഗ്യാസ് ഉപയോഗിക്കൽ കുറയ്ക്കാണ് നല്ലത്. കുറച്ച് അമ്മൂസിന് കൊടുത്തയക്കണം കേട്ടോ. പിന്നെ കുറച്ച് നമുക്ക് വിഷു ഇപ്പോഴേക്ക് എത്തുമോ? തികയത് വാ. അറിയില്ല കേട്ടോ. എന്നെ അവിടെ വിടണ പോലെ ഇരിക്കും. ഇവിടെ എന്ത് മേടിച്ച് വെച്ചാലും കുപ്പിയിലൊന്നും ഉണ്ടാവില്ല, എല്ലാം കഴിയും. ഞാനുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അത് കാരണം നമുക്ക് സന്തോഷം കേട്ടോ. എല്ലാം തിന്നണ കാരണം നമുക്ക് എന്തും മേടിച്ച് വെക്കാനും ഇഷ്ടമാണ്. ശരീരം വന്നാൽ അവർക്ക് കഷ്ടമാണ്. കാരണം ഒറ്റ പലഹാരം ഉണ്ടാവില്ല. നമ്മുടെ കടയൊക്കെ അടുത്തുള്ള കാരണം കുഴപ്പമില്ല. നമുക്ക് പ്രത്യേകിച്ച് വരാനൊന്നുമില്ല. എന്നാലും വരികയാണെങ്കിൽ തന്നെ പെട്ടെന്ന് പലഹാരങ്ങളൊക്കെ ഉണ്ടാകാൻ കുറവായിരിക്കും കേട്ടോ. ഞാൻ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഞാനൊരു സാധനം വെറുതെ വിടില്ല, ഒക്കെ വഴുതി. പിന്നെ കൂടുതൽ എണ്ണമേക്കുള്ള പലഹാരം ഇവിടെ കുറവാണ്. കൂടുതലും ഈ പച്ച പലഹാരങ്ങളാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുക. വലിയ പിള്ളേരായില്ലേ. അതെ.
കട ഉണ്ടായിരുന്നപ്പോഴാണ് കൂടുതലും പിന്നെ മിച്ചറും കുക്കോട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ തിന്നേക്കണം കേട്ടോ. അതിന് ഉപ്പാട് അധികം കഴിച്ചിട്ടില്ല, അത് കഴിഞ്ഞിട്ട് അധികം കഴിച്ചിട്ടില്ല. അമ്മയെ കാണിക്കില്ല, പിന്നെ അവരുടെ കവറിലായി പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ടി വി വയ്ക്കുക, ടി വി മുന്നിൽ കഴിക്കുക. അതെ, പക്ഷെ അതൊക്കെ ഒരു ഓർമ്മകളായിട്ടോ. ഒന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണത് പുറത്തുനിന്ന് ഹോസ്റ്റലിൽ പിന്നെ ഇതൊക്കെ വാങ്ങിക്കും, പക്ഷേ വറവൊക്കെ കഴിക്കണത് ഏറ്റവും ബുദ്ധിമുട്ടാണ് കേട്ടോ അവിടെ. വറവ് ഇപ്പൊ നമുക്ക് വയറിന് ഇതൊക്കെ ആയിട്ട് ഞാനിപ്പോ മുന്തി, ഉണക്കമുന്തി, ഈത്തപ്പഴമുള്ള ഐറ്റംസുകളൊന്നും കൂടുതൽ മേടിച്ചു കൊടുക്കാറുണ്ട്. കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള കഴിക്കാൻ നല്ലത്, കാരണം അവിടെ ചെന്നാലും നമുക്ക് എന്താ വയറിന് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും. ഇങ്ങനെ വറവുള്ള പലഹാരങ്ങളൊക്കെ കൂടുതൽ കഴിച്ചാൽ മാക്സിമം അവിടെ നിന്ന് കിട്ടണത് എന്താ വെച്ചാൽ അത് കഴിക്കാൻ നോക്കുക. അപ്പം പിന്നെ കുറേ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കും. ഞാൻ പിന്നെ അവിടെ കഴിക്കലുണ്ടായിരുന്നു, എന്നാലും പ്രാവശ്യം വന്നിട്ട് അത് വലിയ കുഴപ്പമില്ല, ക്ഷീണം ചേട്ടാ. അതിലിങ്ങനെ ഉണങ്ങി തൂങ്ങി ഇവിടെ എല്ലാം. കാരണം എന്താ വെച്ചാൽ പല്ല് കമ്പിട്ട ടൈമിൽ എന്ന് വെച്ചാൽ എനിക്ക് അധികം കഴിക്കാനേ പറ്റുന്നില്ല, ടൈറ്റ് ഇതാക്കുമ്പോൾ. ഇപ്പൊ പിന്നെ ടൈറ്റ് ചെയ്യല് മാത്രം അപ്പോഴത്തെ ഒരു വേദന മാത്രമല്ല, അത് കഴിഞ്ഞിട്ടും കഴിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ അധികം വിചാരിച്ചു അയ്യോ എന്റെ മോൾക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ലോ, പക്ഷെ ഇപ്പൊ തുക്കം കൂടിയൊക്കെ ചെയ്തേന്. ഞാൻ കുറയുന്നു വിചാരിച്ചിട്ട് പല്ല് കമ്പിട്ടപ്പോണ്ട് കൂടാണ് ചെയ്ത് കേട്ടോ, അതാണ് വിറ്റ്. അങ്ങനെ അപ്പൊ നമുക്ക് 2-3 വർഷമായില്ലോ അവിടുത്തെ ഭക്ഷണത്തൊക്കെയാണ് പിടിച്ചു വന്നു. മറ്റേതൊന്നും അവിടുത്തെ ഫുഡ് അങ്ങനെ നമുക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇപ്പൊ മെനു ഒക്കെ മാറ്റിട്ടോ, ഗ്യാസിന്റെ പ്രശ്നം കാരണം. ഇപ്പൊ എന്താ അധികം എണ്ണയിൽ പൊരിക്കുന്ന കാര്യങ്ങളും പൂരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങളിലേക്കൊക്കെ വന്നു തുടങ്ങി. പിന്നെയുള്ള അവിടെ ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. പിന്നെ നമുക്ക് ഉള്ളത് തിങ്കളാഴ്ച ഇപ്പൊ പുതിയതായിട്ടൊരു നൂലപ്പം പോലെ കൊടുക്കലുണ്ട്. പക്ഷെ അതിലിങ്ങനെ താളിപ്പ് വന്നിട്ടുണ്ട്, തക്കാളിയോ ഉള്ളി സവാളയൊക്കെ തളിച്ച നൂലപ്പത്തിലിടും കേട്ടോ. മഞ്ഞ കളർ നൂലപ്പത്തില്ല, നൂലപ്പത്തിലേ ഉണ്ടാവും. പിന്നെ അത് കഴിക്കും. അതും ഗ്രീൻ പീസ് കറി ഉണ്ടെങ്കിൽ നല്ല കുഴപ്പമില്ലാത്തതാണ്, കുഴപ്പമില്ല എന്നിട്ട്. അപ്പം ഇഷ്ടപ്പെട്ട് കഴിക്കാണെങ്കിൽ അത് കുഴപ്പമില്ല, കഴിക്കാം. അങ്ങനത്തെ ഒരു ഇത്. പിന്നെ ഇഡ്ഡലി എന്ന് പറഞ്ഞ സാധനം പറഞ്ഞാൽ പണ്ട് തൊട്ട് എൻ്റെ ശത്രു ചെയ്തുകൊണ്ട്. പക്ഷെ അതല്ല, അത് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഇഡ്ഡലി കുഴപ്പമില്ല, ഇതിൽ നിന്ന് ഉണ്ടെന്നല്ല. ചില സമയത്ത് നമുക്കത് വെന്തിട്ടുണ്ടാവില്ല. ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ അമ്മയ്ക്ക് അറിയാലോ, അമ്മ പണിയെടുക്കണല്ലേ. ചില സമയത്ത് വെന്തുണ്ടാവില്ല, കണ്ട പിള്ളേർക്ക് ഉണ്ടാക്കണതാണ്. അപ്പോൾ ചില വേവ് ഉണ്ടാവില്ല. അപ്പം എന്നും കംപ്ലൈൻറ്റ് ചെയ്ത് നടക്കുമോ? ഒന്നും നടക്കില്ല. കാരണം വെച്ചാൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്യാം. ഇതങ്ങനെയല്ല, ചെറിയ ചിലപ്പോൾ അവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല, കണ്ട പിള്ളേർക്ക് ഇഡ്ഡലി എന്ന് പറഞ്ഞ സാധനം എല്ലാം ഒന്നുണ്ടോ എന്ന് നോക്കാനൊന്നും പറ്റില്ലല്ലോ. നമുക്കാണെങ്കിൽ പുളി ശരിയാ, നമുക്ക് കഴിക്കാൻ പിന്നെ ഇഷ്ടമല്ല അത് ആർക്കാരും വീട്ടിൽ വന്നത്. അതുകൊണ്ട് പിന്നെ ദോശ പിന്നെയും കഴിക്കുക, ദോശ വലിയ സീനില്ല. ഞാൻ ചോദിക്കാൻ അതിന് പുളിയുള്ള സാധനങ്ങളോട് ഭയങ്കര ഇതാണ്. ഇന്നലെ വൈകുന്നേരം നമ്മൾ ചക്കയൊക്കെ വറുത്ത് കഴിയുമ്പോൾ ഒരു 12 മണി കഴിഞ്ഞിട്ടാ. അപ്പൊ ഇന്ന് നമ്മൾ ചായക്ക് ഇതെടുത്താണ്. ഇന്നത്തെ 4 മണിക്ക് 4 മണിക്കാക്കല്ല, രാവിലെ ചക്ക വറുത്തത് ഒരു ടിന്ന് നിറച്ച് 3/4 ഭാഗം ഉണ്ടായിരുന്നു കേട്ടാ. അതിലിപ്പോ ഒരു 1/4 ഭാഗത്തോളായി. ചക്ക മാത്രമാണ് തിന്നണത്. വിഷുവിന് വേറെ വറക്കുണ്ട് തോന്നുന്നു. എന്തായാലും ചക്കയൊക്കെ സൂപ്പറായിട്ട് വറുത്താ. ചേച്ചിക്കൊന്നും കൊണ്ടുപോകാണ്ടാവില്ല എന്ന് തോന്നണ്. ഏയ് ഞാനങ്ങനെയൊന്നുമില്ല, എനിക്ക് തിന്നെ വാർത്ത അങ്ങനെ പറയല്ലേ. എന്തേ അപ്പോൾ എല്ലാവർക്കും വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഓരോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തിന്നാക്കാം. വെക്കേഷൻ അല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോയിൽ